ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം തുടങ്ങുമെന്ന പ്രഖ്യാപനം വന്നിട്ട് കാലങ്ങളായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത്തവണ ഇടുക്കിയിലെത്തിയപ്പോഴും മാറ്റമുണ്ടായില്ല. കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഇടുക്കി മെഡിക്കൽ കോളേജിൽ തുടങ്ങുക എന്നത് ഹൈറേഞ്ചുകാരുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പാണ്. 10 വർഷത്തിനിടയ്ക്ക് പലതവണ പ്രഖ്യാപനങ്ങളും നടന്നു. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ തവണ ഇടുക്കിയിലെത്തിയപ്പോഴും അത് ആവർത്തിച്ചു. അത്യാസന്ന നിലയിലുള്ള ഒരു രോഗിക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തണം. ആ യാത്രയ്ക്കിടെ ജീവൻ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. 8 കോടി രൂപയുണ്ടെങ്കിൽ കാത്ത് ലാബ് സജ്ജീകരിക്കാനാകും. ഇത്തവണത്തെ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് മലയോര ജനത. ഒരു പടി കൂടി കടന്ന് ഡോക്ടറുടെ തസ്തിക സൃഷ്ടിച്ചതായും മന്ത്രി പറഞ്ഞു. ഇത്രയുമധികം ടൂറിസ്റ്റുകൾ വരുന്ന, ഇത്രയുമധികം സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും അധികം നമുക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ളത് നമ്മുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഹൃദ്രോഗ ചികിത്സാ സൗകര്യം ഇടുക്കിയിൽ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ സർക്കാർ കാണുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് തസ്തിക സൃഷ്ടിച്ചത്. നമുക്ക് കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ അവശേഷിക്കുന്ന 1ാം ഘട്ട നിർമ്മാണങ്ങളുടെ അവലോകനവും നിർമ്മാണം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ലാബ്, ഹോസ്റ്റലുകൾ, ലെക്ചർ ഹാളുകൾ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. 11 kV വൈദ്യുതി സബ്സ്റ്റേഷൻ അടക്കമുള്ള പണികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 ഇടുക്കി.